റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോട്ടയം മണർക്കാട് ആഭിചാരക്രിയയുടെ പേരിൽ യുവതിയെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതി ശിവദാസ് 3 വർഷമായി ആഭിചാരക്രിയകൾ ചെയ്തിരുന്നതായി പോലീസ്. ആഭിചാരക്രിയയ്ക്ക് കൂട്ടുനിന്ന യുവതിയുടെ ഭർത്താവിന്റെ മാതാവ് സ്ഥിരമായി ശിവദാസിന്റെ അടുത്ത് പോകാറുണ്ടായിരുന്നുവെന്നും മൊഴി. യുവതിയുടെ ഭർത്താവിന്റെ ബന്ധുക്കൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളി എന്ന നിലയിൽ തല താഴ്ത്തി നിൽക്കുന്ന നിമിഷങ്ങളാണിത്. കാരണം ആഭിചാരക്രിയകളൊക്കെ സജീവമാവുക, ആഭിചാരക്രിയ ചെയ്യുന്ന ആളുകളെ തേടിപ്പോവുക, നമ്മുടെ നാട്ടിൽ ഇക്കൂട്ടലുണ്ടല്ലോ എന്നുള്ള ഒരു ഓർമ്മയിൽ തന്നെ തല താഴ്ന്നു പോകുന്ന ഒരു കാലമാണ്. ഇവിടെയാണ് ഒരു യുവതിക്ക് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നത് ആഭിചാരക്രിയയുടെ പേരിൽ. എന്താണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ വിഷയത്തിൽ? അഖിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെയാണ് മലയാളികളാകെ ലജ്ജിക്കുന്ന ഒരു നിമിഷത്തിലേക്ക് കടന്നു പോകുന്നത്. അതായത് തുടർച്ചയായി അടുപ്പിച്ച് 2 ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരം വാർത്തകൾ നമ്മൾ ആവർത്തിച്ച് കേൾക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഒരു കണക്കിന് വേദന ഉണ്ടാക്കുന്ന, ഒപ്പം തന്നെ ലജ്ജ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ വീട്ടിൽ വെച്ചാണ് ഈ ആഭിചാരക്രിയകളൊക്കെ തന്നെ നടത്തിയിരിക്കുന്നത്. ഈ വീട്ടിൽ വെച്ച് ഇത്തരത്തിൽ യുവതിയെ കല്യാണം കഴിച്ചു കൊണ്ടത്, അതായത് 1.5 ആഴ്ചയായിട്ടേ ഉള്ളൂ യുവതി ഇത്തരത്തിൽ പ്രണയവിവാഹമായിരുന്നു. ഈ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് 1.5 ആഴ്ചയായിട്ടുള്ളൂ. ഈ 1.5 ആഴ്ചക്കുള്ളിൽ തന്നെ യുവതിക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് പറയുന്നത് തന്നെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. കാരണം ഈ പ്രതി എന്ന് പറയുന്ന ശിവദാസ് ആണ് ഈ ആഭിചാരക്രിയകളും കർമ്മങ്ങളും ഒക്കെ തന്നെ നടത്തിയിരിക്കുന്നത്. ഇയാൾ 3 വർഷമായി, അതായത് 30 വർഷം മുമ്പ് ഊരാളികളിൽ നിന്നും ഇയാൾ പഠിച്ചെടുത്തതാണ് ഈ കാര്യങ്ങളെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. അതിനുശേഷം 3 വർഷമായി ഇയാൾ ഇത്തരത്തിൽ തുടർച്ചയായി ആഭിചാരക്രിയകളും മറ്റ് കർമ്മങ്ങളും നടത്തുന്നുണ്ട് എന്ന കാര്യമാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അത് കൂടുതലും ഈ പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ചാണ്. പക്ഷേ എങ്ങനെ ഈ കോട്ടയം ജില്ലയിലുള്ള ഈ ഇവർക്ക് എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന അഖിൽദാസ് എന്ന് പറയുന്ന യുവതിയുടെ ഭർത്താവിന്റെ മാതാവ് സൗമിനി തുടർച്ചയായി ഇത്തരത്തിൽ ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ ഈ മന്ത്രവാദിയുടെ അടുത്തേക്ക് പോകാറുണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിൽ ഈ യുവതി ഒരാഴ്ചയ്ക്ക് കൊണ്ടുവന്നതിന് ശേഷം ചില ബുദ്ധിമുട്ടുകൾ ഇവർക്ക് തോന്നുകയും ഈ യുവതിയുടെ ദേഹത്ത്, അതായത് ഈ യുവതിയുടെ തന്നെ മരിച്ച സമീപകാലത്ത് മരിച്ച 2 ബന്ധുക്കളുണ്ട്. ഈ 2 ബന്ധുക്കളുടെ ദുരാത്മാക്കൾ യുവതിയുടെ ദേഹത്ത് കയറി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ആഭിചാരക്രിയകൾ നടത്തുന്നത്. വളരെ ക്രൂരമായ പീഡനങ്ങൾ ഈ വീടിന് ഉള്ളിലെ മുറിക്കുള്ളിൽ വെച്ച്, അതായത് ഈ യുവതിയെ കട്ടിൽ ബലം പ്രയോഗിച്ച് കിടത്തുന്നു. ആദ്യം മദ്യം നൽകിയ ശേഷം ബലം പ്രയോഗിച്ച് കിടത്തുന്നു. പുക, അതായത് ബീഡി വലിക്കാൻ നൽകി. അതിനുശേഷം ഈ യുവതിയുടെ നെറ്റിയിൽ ഈ ബീഡി കുത്തി കെടുത്തി പൊള്ളലേൽപ്പിച്ചു എന്നാണ് ഈ കുതിരി. അഖിൽ പറഞ്ഞു പോയെന്താ, ഈ യുവതിക്ക് ബീഡി വലിക്കാൻ കൊടുത്തു. ആഭിചാരക്രിയയുടെ സാത്താനെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബീഡി വലിച്ച് സാത്താനെ ഒഴിപ്പിക്കാനും. അതെ അരുൺകുമാർ, അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എത്ര നീചമായ പ്രവർത്തികളാണ്. ഈ യുവതിക്ക് ആദ്യം മദ്യം നൽകി യുവതിയുടെ അബോധാവസ്ഥയിലേക്ക് മാറ്റിയ ശേഷം ബീഡി വലിക്കാൻ കൊടുത്തു. ഈ ബീഡി വലിക്കാൻ കൊടുത്തതിനൊപ്പം തന്നെ ഈ ബീഡി വലിപ്പിച്ച ശേഷം ഈ ബീഡി യുവതിയുടെ തലയിൽ കുത്തിയാണ് കെടുത്തിയത്, പൊള്ളലേൽപ്പിച്ച പൊള്ളലിന്റെ പാട യുവതിയുടെ ദേഹത്തുണ്ട്. ഒപ്പം തന്നെ ഈ ഭസ്മം യുവതിയെ കൊണ്ട് തീറ്റിച്ചു. അതിനുശേഷം ഈ കുതിരി ഓടാൻ ശ്രമിച്ചപ്പോൾ പട്ടുപയോഗിച്ച് കാലുകൾ കെട്ടി കട്ടിലിൽ കിടത്തി. വീണ്ടും കുതിരി ഓടാൻ ശ്രമിച്ചപ്പോൾ ഈ പ്രതി ശിവദാസൻ എന്ന് പറയുന്ന പ്രതി യുവതിയെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി ഒരു തവണ ഈ യുവതിയെ അടിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അഖിൽദാസിന്റെ സഹോദരിയുണ്ട്. ഈ സഹോദരി ഈ കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോയിൽ ചിത്രീകരിച്ചു എന്നുള്ളതാണ്. ആ വീഡിയോ ചിത്രീകരിച്ചത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആ വീഡിയോയിൽ കൃത്യമായി ഉണ്ട് എന്നുള്ള കാര്യം കൂടി പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇവർ കൃത്യമായി പ്ലാൻ ചെയ്തതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇതിൽ ഒരു വലിയ പ്രതിയെ പങ്കുവഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഈ സൗമിനി എന്ന് പറയുന്ന അഖിൽദാസിന്റെ മാതാവാണ്. കാരണം ഈ അഖിൽദാസിന്റെ മാതാവാണ് ഇത്തരത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നതും ഇവർ ഈ ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങൾ അടിമയായിരുന്നു എന്ന രീതിയിലാണ് നമുക്ക് പുറത്തു വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ പറയുകയും ഇവരെ കൊണ്ടുവരികയും ഈ മന്ത്രവാദിയെ കൊണ്ടുവരികയും ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തത്. അതും യുവതിയോട് ദൈവകോപം ഉണ്ടാകും. അതായത് ഇത്തരത്തിൽ ഈ ആഭിചാരക്രിയകൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാകും എന്ന കാര്യമൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് യുവതി ഇത്തരത്തിൽ ചെയ്യുന്നത്. അതിലും ഈ യുവതിയുടെ പിതാവ് ഈ സംഭവം നടന്ന 2-ാം തീയതി, അതായത് നവംബർ മാസം ഈ കഴിഞ്ഞ ഞായറാഴ്ച 2-ാം തീയതിയാണ് ഇവിടേക്ക് എത്തുന്നത്. ഈ 2-ാം തീയതി ഇവിടേക്ക് ഈ പിതാവ് ഈ വിവരം, അതായത് ഈ തൊട്ടടുത്ത ദിവസം ഈ കുട്ടി വീട്ടിലേക്ക് പോകാൻ ശ്രമിച്ചു. പക്ഷെ ഇവർ സമ്മതിച്ചില്ല. അതിനുശേഷം അന്ന് രാത്രി പിതാവ് വിവരങ്ങൾ അറിഞ്ഞ് ഇവിടേക്ക് എത്തി. ഈ പിതാവിനൊപ്പം പോലും ഈ കുട്ടിയെ വിടാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ്. തുടർന്നാണ് ഈ മണർക്കാട് പോലീസിലേക്ക് എത്തുന്നതും ഈ മണർക്കാട് പോലീസിൽ യുവതിയുടെ പിതാവ് പരാതി നൽകുകയും ചെയ്യുന്നത്. എന്നിട്ട് പോലീസ് എത്തിയാണ് ഈ കുട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ തന്നെ ചെയ്യുന്നത്. വളരെ ക്രൂരമായ, അല്ലെങ്കിൽ മലയാളികളൊക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഈ വീടിനുള്ളിൽ നടന്നത്. ഈ വീട്ടിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങളും അത്തരത്തിൽ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഒരിക്കൽ കൂടി പറയുന്നു, മലയാളികൾ എന്ന നിലയിൽ നമുക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റാത്ത മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. അതിലാണ് ആഭിചാര ക്രിയകളും അന്ധവിശ്വാസങ്ങളും. സർക്കാരിന്റെ പരിഗണനയിൽ ഒരു ബില്ലുണ്ട് കേട്ടോ, അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല്. ഇതുവരെയും തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് സബ്ജക്ട് കമ്മിറ്റിക്കൊക്കെ വിട്ടിട്ട് കാലം കുറേയായി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ സഹോദരൻ അയ്യപ്പനെ കുറിച്ച് ഓർമ്മിക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ ദൈവദശകത്തിന് മറുപടിയായിട്ട് സയൻസ് ദശകം എഴുതുന്നുണ്ട്. 1916 കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുറന്നു സത്യം കാണിക്കും സയൻസിനു തൊഴുന്നു ഞാൻ എന്നാണ് കവി സഹോദരൻ അയ്യപ്പൻ എഴുതിയത്. എന്നാലോചിച്ച് നോക്കൂ, ആ സയൻസിന് തൊഴുന്ന ഒരു സമൂഹത്തെയാണ് സയന്റിഫിക് ടെമ്പർമെന്റ് ഉള്ള ഒരു സമൂഹമായി കണ്ടത്. ആഭിചാര ക്രിയകൾക്ക് പിന്നാലെ പായുന്ന ഒരു സമൂഹമല്ല. ആ കവിതയിൽ